സാറേ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ശശികലയാണ് സാറേ. ഞാനൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പറയാനാണ്. നമ്മൾ 10,450 രൂപ കൊടുത്ത് ഈ ചാർജ് ചെയ്യുന്ന ഫോണിൽ ഒരു ഭർത്താവ് മറ്റുപോയ സ്ത്രീ എന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുഴുവൻ ഏതു നേരവും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. കണ്ട എല്ലാവരും വീഡിയോ റീൽസും ഒക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. നല്ല പിള്ളേര് നാട്ടിലുണ്ട്. ഈ സ്ത്രീയെ കൊണ്ടുപോയിട്ട് ഈ ആണുങ്ങൾ ഞെക്കുന്നതും ഉമ്മ വെക്കുന്നതും കാണിക്കാൻ വേണ്ടി എന്തിനാണ് സാറേ ഈ റീൽ എന്നുള്ള പേരിൽ ഈ പെൺപിള്ള കോപ്രായം കാണിക്കുന്നത്? ഈ കൊല്ലം ഒരുത്തന്റെ ഭാര്യയാണ് ഇവള് എന്നാ പറയുന്നത്. 2 ആമക്കളൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞേ ഉള്ളൂ. ഇവർക്ക് 10-33 വയസ്സുണ്ട് സാറേ. എന്തോരം ഇന്ത്യയിൽ മൊത്തം എന്തോരം ഹിന്ദിയും നമ്മൾ തമിഴും ഒക്കെ കാണാറുണ്ട്. എന്തോരം നല്ല കുട്ടികളുണ്ട്. ഈ പെണ്ണുമ്പിളക്ക് വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? എന്തിനാണ് സാറേ ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആയിരിക്കും കൂടുതലും പിള്ളേര്. ഫോൺ അഡിക്റ്റഡാണ് മിക്കവരും. അപ്പോ അങ്ങനെയുള്ള കുട്ടികൾ മോശമാകെയല്ലേ ഈ സ്ത്രീ കാരണം? ഇവര് റീൽസ് എന്നും പറഞ്ഞ് കാണിക്കുന്നവളൊക്കെ കെട്ടിപ്പിടിക്കുന്നു, ഞെക്കുന്നു, ഉമ്മ വെക്കുന്നു. ഈ പകല് പട്ടാപ്പകൽ നാട് റോഡായിട്ട് വരെ. ഇപ്പൊ ഈ കൊച്ചിയിലെ കണ്ടത് നിന്നെണ്ണം കാണിച്ചിട്ട് വണ്ടിക്കാരെല്ലാം കൂടി തെളിഞ്ഞ് വെച്ച് കുറവുണ്ട്. ഇതിനെ പിടിച്ചൊന്ന് ജയിലിടാം. വല്ല വഴിയുണ്ട്. അവൾക്ക് ഈ ഈനാമ്പച്ചിക്ക് മരപ്പട്ടി കൂട്ടുപോലെ 2-3 അവന്മാരും ഉണ്ട്. നേരെ വിളിക്കുമ്പോൾ തൊട്ട് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഷൂട്ടും കൊണ്ട് നടക്കരുത്. എന്നാ ഷൂട്ടാണ് അറിയാൻ വരാം. നല്ല മര്യാദക്ക് അഭിനയിക്കുന്ന സിനിമാ നടികൾക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ കേരള കമ്മീഷൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഓടി അകത്ത് കയറുകയും ചെയ്തതിന് നമ്മൾ കണ്ടതാണ് ഒത്തിരി കേരളം. അവർക്ക് പോലും മര്യാദക്കൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീട്ടു ചെലവ് നടത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമാണ്. നല്ലതിനൊക്കെ കണ്ടാലൊന്നും ആരും വിടുകയില്ല. അവന്റെ പേരിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇവക്കൊന്നും മര്യാദക്ക് തിരിക്കാം. എന്റെ സാറേ അവളുടെ ക്ലോസപ്പ് കാണിക്കാൻ ഒന്ന് താഴെ വീഴും. എന്തോ ഒരു സ്ത്രീയാണെന്ന് എനിക്കറിയാം. ഇത്രോ ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ മര്യാദക്കൊന്ന് ക്യാമറയെ ഫോക്കസ് ചെയ്ത് ചിരിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഇന്ന് 2 വശം മുടിയൊക്കെ പിന്നിട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് പാവാടയെ കൊടുത്ത് ഇന്ന് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യ. അവൻ ചെറിയൊരു കലാകാരനാണ്. എന്തോ സിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ ആ പേരും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് മുതലിട്ട് എന്നിട്ട് ചേട്ടന്റെ ആക്സിഡന്റ് വന്നപ്പോഴുള്ള പെർഫ്യൂം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അത് അടിക്കുമ്പോൾ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമെന്ന് ഇന്നലെ പറയേ. എന്തിനാണ് സാറേ ഈ സ്ത്രീ ഇങ്ങനെ അടിഞ്ഞാടി നടക്കുന്നത്? നിങ്ങൾക്ക് മര്യാദക്ക് തൊഴിലുറപ്പിന് പോകാൻ പാടില്ലേ? കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമായ ഒരു സ്ത്രീ ഞാനിന്ന് വരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ 10-50 രൂപക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഇപ്പൊ യുദ്ധം നടക്കുന്നത് നമ്മൾ രാത്രി അതൊക്കെ കണ്ട് അതിന്റെ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഓരോ പെൺകുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ ചെന്ന് നമിക്കുന്ന രീതി എത്രയോ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ. അല്ല റീൽ ചെയ്താൽ അതിലൊരു നമുക്ക് തരാൻ ഒരു മെസ്സേജോ അല്ലിക്കോട്ടെ എന്തും ആയിക്കോട്ടെ. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ല. അവർക്കും ഈ പറയുന്ന പോലെ ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യം എല്ലാവർക്കും ഉണ്ടാവും. അവർക്കും ജീവിക്കണമെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് അവർക്കും ആഗ്രഹമില്ലേ? ഐശ്വര്യ റായിയെന്ന് പറഞ്ഞ് എല്ലാവരും ചെന്നാൽ നടക്കുക സാറേ. ഇത് ഞാൻ സാറിനോട് പറയുമ്പോൾ എന്റെ ഒരു മനസ്സ് സ്ലീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സാധനത്തിന് പെണ്ണുങ്ങൾക്കുള്ള ഒരു സാധനവും ഇല്ല. എന്നിട്ടാണ് പിടിച്ചു വെച്ച് ഞെക്കിയാൽ കുഴപ്പമില്ല. സാറാ കമന്റ് ഒന്ന് നോക്കുക. ആമ്പിളാര് വിളിക്കണ തെറി കേട്ട ഒരു മനുഷ്യന് തയ്ക്കല. ഇന്നലെ മിനിഞ്ഞാന്നും അതിന്റെ 2-3 ദിവസത്തിനൊക്കെ ആളുകൾ ഇളകിയിട്ടുണ്ട്. ഇന്ന് ഒത്തിരി പെണ്ണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആണുങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. റോഡിന്റെ ചെന്നാണ്ട് ഈ റോഡ് നിയമമൊന്നും ബാധകമല്ല ഇവർക്ക്. വണ്ടി പോകാൻ സമ്മതിക്കുന്നില്ല. കൊച്ചി പോലുള്ളൊരു തിരക്കുള്ള സ്ഥലത്ത് എനിക്ക് ആ പാലം നമ്മൾ കൊച്ചിലേക്ക് കിടക്കുന്ന പാലമാണെന്ന് തോന്നുന്നു. ആ പാലത്തെ നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. നമ്മൾ ഈ 100-300 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഈ പിന്നെ നമ്മൾ ബോഡി ഷേമിംഗ് ആണ് സാർ പറയുന്നത്. ഈ സുന്ദരീനെ കാണാൻ പോകാനാണ് സാറേ. അവള് ചിരിക്കുമ്പോഴുണ്ടല്ലേ ഒരു 25 പ്ലേറ്റ് അവളുടെ 2 സൈഡിലും ഉണ്ട്. നേരെ നോക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ആളുകൾ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പിന്നെ ലിപ്സ്റ്റിക്ക് വിട്ട് എന്തിനാണ് ഇവന്മാർ കൊണ്ട് ഈ കാട്ടിയിട്ട് കെട്ടിപ്പിടിക്കുന്നത്? അവർ കെട്ടിപ്പിടിച്ച് എവിടെയും കൊണ്ടാക്കുള്ള നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്നതേ ഒരു ചെറിയ ബ്ലൗസ് ഇട്ട് നടക്കണം ഇവിടെയൊക്കെ. പിള്ളേരുടെ ലോങ് ബ്ലൗസ് അത് വിട്ട് പാവട ഇട്ട് നടക്കുമ്പോൾ ഇവിടെ ഓർക്കണത് ഇവിടെ ഏതാണ്ടും അവന്മാര് ഇപ്പൊ അതിലുള്ളൊരു ഒരു കുഴപ്പമുള്ളൂ. ഈ തീറ്റിന്റെ തിന്നാനുള്ള വീട്ടിലല്ല. അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് അഴിഞ്ഞാടുക. നേരെ വെളുത്ത് സാറല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയണ കള്ളമാണെങ്കിൽ സാർ ഇന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യും. ഇവളുടെ വീഡിയോ ഇല്ലാതെ ഒരൊറ്റ എണ്ണമില്ല. ഇത് എന്നത് ഈ സിനിമാ നടി നടന്മാരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മൊത്തം ആൾക്കാരെ കാണിച്ചിട്ടാണ് ചെയ്യണം. ഇവക്ക് 5-6 ഞെക്ക് ഏതെങ്കിലും ആമ്പിളരുടെ ഞെക്ക് കൊണ്ടില്ലെങ്കിൽ ഇവർക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഞെക്ക്. പക്ഷെ അത് കാണാൻ മേലാതെ നമ്മൾ കാണാൻ എന്തിനാണോ ഞെക്കണം? ഇത് നമ്മളൊക്കെ വീട്ടിൽ പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ പ്രശസ്ത പെൺകുഞ്ഞുങ്ങളല്ലേ, നാട്ടിലുള്ളതല്ലേ. ഈ കുഞ്ഞുങ്ങൾക്കും ടെൻഡൻസി ആകെ കൊച്ചു പാവടെ വീട്ട് എല്ലാവരും ഇങ്ങനെ ഞെക്കി പിടിച്ച് നടക്കരുന്ന. ഞങ്ങളും ഒക്കെ പാവടപ്രായം കഴിഞ്ഞവരാ. എനിക്ക് 57 വയസ്സുണ്ട്. റീൽസൊക്കെ ചെയ്യുന്ന ആൺപിള്ളേരെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം ആങ്ങളമാരെയും അല്ലെങ്കിൽ മക്കളെയും ഒക്കെ വെച്ചിട്ട് ഒത്തിരി പേര് റീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യട്ടെ. ഈ ശരിക്കും ആണും പെണ്ണുമായിട്ട് പേരായിട്ട് റീൽ ചെയ്യണ ഒരു ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. 2 മരപ്പട്ടി ഉണ്ട് അവിടെ കൂടെ. എന്റെ സാറേ എനിക്ക് അതിൽ ഏറ്റവും സങ്കടം വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാനായ കമൽഹാസൻ സാറും അതുപോലുള്ള മറ്റു അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ്. തന്റെ റീലുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് രേണു. അതേസമയം ഇതേ റീലുകളുടെ പേരിൽ തന്നെ കടുത്ത വിമർശനങ്ങളും അധിക്ഷേപവും നേരിടേണ്ടി വരുന്നുണ്ട് ഈ ഒരു രേണുവിന്. സുധിയോടുള്ള ആളുകളുടെ വൈകാരികത മുതലെടുക്കുകയാണെന്നുള്ള തുടങ്ങി കടുത്ത വ്യക്തിഹത്യയും ബോഡി ഷെയ്മിങ്ങും നേരിടേണ്ടി വരുന്നുണ്ട് നമ്മുടെ രേണു സുധി. എന്തൊരു കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കുന്ന ലിറിക്സാണ് സാർ. അതിന് പിന്നെ ട്യൂൺ കൊടുത്ത് അത് എത്രയോ രൂപ കൊടുത്താണ് പാട്ട് പാടുന്നത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് AR റഹ്മാന്റെ ഒരു പാട്ടിന്റെ റേറ്റ് 3 കോടി രൂപയും. അങ്ങനെ കഷ്ടപ്പെട്ടും വില കൊടുത്തും ഉണ്ടാക്കിയ പാട്ടല്ല ഇവള് കൊണ്ട് കാണിക്കുന്നത് കണ്ടാലുണ്ടല്ലോ ഇവളെ ചെല്ലയിടത്ത് മുക്കിയ കാലിന് ചവിട്ടാൻ തോന്നും. അത്രക്ക് നമുക്ക് ധൈര്യമുണ്ട്. കലയെ സ്നേഹിക്കുന്നവർക്ക് സങ്കടം വരും കേട്ടാ. ഞാൻ അതുകൊണ്ട് പറയുന്നു. പ്രതികരണ ശേഷിയുള്ളവർക്ക് സങ്കടം വരും. ഇവിടെ വീട്ടിൽ കൊണ്ട് എത്തിച്ച് പഴങ്കഞ്ഞി കൊടുക്കണമെന്നുണ്ട് ഇവിടെ കുത്തൽ മാറി കിട്ടും.
ഒന്നാമത്തെ അയാൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്നാ തോന്നുന്നു. ഒരു ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞു കൊച്ചുവരെയുള്ള ആൾക്കാർ ഇങ്ങനെയൊന്നും പോകത്തില്ല. പെൺപെണ്ണുങ്ങൾ, ഒരു സ്ത്രീകൾ, ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് സാറേ. ഈ സ്ത്രീ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീകൾ ആരും ഇങ്ങനെയല്ല നടക്കുന്നത്. ഭർത്താവിന്റെ ആദ്യത്തെ കുടിയിലെ മകൻ എന്ന് പറയുന്നവന് ഒരു 10, 16, 17 വയസ്സുണ്ട്. ആ ചെറുക്കന് നാണപ്പെടാം. ആ ചെറുക്കന്റെ മുഖത്ത് ഇവൾ ഇങ്ങനെ നോക്കും. ഇവൾ ഈ ആണുങ്ങൾ കൊണ്ടിട്ട് ഞെക്കി പൊട്ടിച്ചിട്ട് ഇവിടെ ആമ്പിളാര് പറഞ്ഞ നിന്റെ ബലൂൺ പൊട്ടി പോകൂടി മഴയെ ഇറങ്ങാതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു നാണക്കേടുണ്ട് സാറേ, എന്തോ ഒരു നാണക്കേടുണ്ട്. കമന്റാണ് പിള്ളേർ പറയുന്ന, കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ആരും അറിയുന്നില്ല. അതുകൊണ്ട് ഒരു നല്ല പച്ചത്തറിയെ വിളിച്ചു പറയുന്നത്. ഈ നടു റോഡിലൊക്കെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഒരു ഇതുമില്ല. ഇതാണ് റീൽസ്. എന്തെങ്കിലും ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പോൾ അതിലൊരു തീം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ സാധാരണ റീൽസ് എന്ന് പറയുന്നത്. ഇത് ഒരുമാതിരി സിനിമാ പാട്ട് വിട്ട് ബഹളി. ഇത് എനിക്ക് തോന്നുന്നത് ഇവൾക്ക് ഈ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ഇത്തിരി കൂടിപ്പോകും സാർ. പിന്നെ അത് ബോഡി ഷെയ്മിങ് ആണെന്നാ അവളെ ഷെയിം ചെയ്തെന്നൊന്നും പറയരുത്. ഇവ ഈ പിന്നെ വാവെടുക്കുമ്പോൾ പശു കിടന്ന് ചാടുന്നത് എന്നുള്ള കളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സത്യമായിട്ട് തരും. കന്നിമാസത്തിലെ പട്ടി, ഇതൊക്കെ ഉപമിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളു. നേരെ ഫേസ് നോക്കി ഒരു ക്യാമറയെ നോക്കി ചിരിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഇത് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാവർക്കും റീൽ ചെയ്യുന്നുണ്ട്. സൗന്ദര്യമില്ലാത്ത പിള്ളേർ എത്രയോ നന്നായിട്ട് റീൽ ചെയ്യുന്നവരുണ്ട്. സൗകര്യമല്ല പ്രശ്നം, അതിൽ അവർ അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ അതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇത് എന്താ പറയണ്ടേ? ഒന്നാമത്തെ കാര്യം ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയും പോയി ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ഞെക്കിക്കാല. ഇത് എന്നാലും വല്ല സെക്ടറുകാരുടെ പുറകെ പോകല്ലേ ഇവർക്ക്? വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? ഇത് നമ്മൾ കേരളത്തിൽ നമ്മുടെ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവരൊന്നും മാർക്കില്ല. നേരം എടുത്താൽ നമുക്ക് ഒരു സാധനം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തോ ഒരു കഷ്ടമാണ് കാണിക്കുന്ന. ഇവൾ എപ്പോൾ കുത്തിയിരുന്ന് ഇതെല്ലാം അടിച്ച് കയറ്റി വിടുന്നെന്ന് അറിയില്ല സാറേ. എനിക്കറിയത്തില്ല ഇങ്ങനെ കേരളത്തിനെ അവമാനിക്കാൻ പറ്റിയ ഒരു സ്ത്രീ. ആ കൂടുതൽ പറയുന്നത് അവർ 2-3 സ്ഥലത്ത് ജോലി മേടിച്ചിട്ട് ചെയ്തുന്ന പിള്ളേർ ജോലി മേടിച്ച് കൊടുത്തിട്ട് ഇവള് പോകത്തില്ല, ജോലിക്ക് പോകത്തില്ല. ജോലി വേണ്ടെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നവളാണ് ഇവള്. അല്ലാതെ അവർക്ക് കഴിയാൻ വളയുണ്ടാക്കി കൊടുക്കാനിട്ടല്ല കലാകാരന്മാർ. അറിയാവാ തീറ്റി കുത്തലും കൂടിയിട്ടാ ഇതാകുമ്പോൾ നടന്ന് മേയല്ല. ഇതിനും നല്ലത് സദാചാരബോധം ഇല്ലാത്ത സ്ത്രീകൾ കാണിക്കുന്ന പല പണികളും ചെയ്യുന്നതാണ് നല്ലത്. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് ചെയ്താലും ആ ജോലിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. കാര്യം എന്താണെന്നറിയാം, ചിലർ മക്കളെ വളർത്താൻ വേണ്ടി അങ്ങനെ തരത്തിലുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവരുടെ ജീവിതം മുന്നോട്ട് നല്ലപോലെ കൊണ്ടുപോകണമെന്നായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾ. അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള കേരളത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്. ഇന്നെല്ലാ സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം സാറേ, കേരളം മുടിയിലാണ്. ഇത്ര മരണമാണ് സാറേ ഈ മാസം നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. പെണ്ണുങ്ങളെല്ലാം നാശമായി. പെണ്ണുങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധവാ, വീട്ടിനോട് കിടപ്പാട, മക്കളോട് കിടപ്പാട ഇല്ല. 2-3 കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നിട്ടാണ് പോകുന്നത്. ആ ഒരു സാഹചര്യം നടക്കുമ്പോഴാണ് ഇവള് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രചോദനമായിട്ട് ഇത്രയും പണി നേരം എടുക്കുമ്പോൾ കാണിക്കുന്നത്. അറിയാവാ നമുക്ക് വളരെയധികം വിഷമമുള്ളത് കൊണ്ട് പറയുന്നു. നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എത്തും. നമ്മൾ ആരെയും പേടിച്ചില്ലെങ്കിൽ നമ്മൾ വേലെടുക്കാൻ കഴിയുന്നെങ്കിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന നാടിനെ നമ്മൾ ബഹുമാനിക്കും. എന്നാലും നമുക്കും ആ ബഹുമാനം കിട്ടുള്ളൂ. എന്തൊരു സ്ത്രീയാണിത്? ഇത് പെണ്ണുങ്ങൾക്ക് അപമാനമാണ്. ഈ ആമ്പിളരൊക്കെ കാണുന്ന ഇതല്ലേ? ഇവിടെ ഒരു 10 ഞെക്ക് 10 ആണുങ്ങളെ കൊണ്ടില്ലെങ്കിൽ അവർക്ക് സഹിച്ചുതരാം. എടാ ഇത് മുറികൂട്ടിയിട്ടേ ചെയ്യപ്പാ. ഈ സമൂഹത്തിന് കാണിച്ചു വേണം ചെയ്യാൻ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നെന്നും പറഞ്ഞ് അവരെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ ഞെക്കിപ്പൊട്ടിക്കണം. ഇത് ഈ ചെറിയ പണിയും ചെയ്ത് ചെറിയ എന്തെങ്കിലും സിനിമാ പ്രവർത്തകരായിട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ സാറേ? ഇത് സമൂഹത്തിനെ നശിപ്പിക്കുന്നു. ഇവിടെ പിടിച്ച് 2 ദിവസം അട്ടക്കുളങ്ങര ഏതെങ്കിലും ജയിലിൽ കൊണ്ടിടും. അവിടെ സൂക്കരിച്ച് മാറട്ടെ. സെക്സിനി എല്ലാത്തിനായിരിക്കും. ഇപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെണ്ണുങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. ഈ പിന്നെ ഉണക്ക പറഞ്ഞെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം നോക്കാം. നിലവിലുള്ള ആൺപിള്ളേർക്ക്, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് എന്ന് പറയുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വർണ്ണിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം അതൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ സാറേ, ഞാൻ സാറിനോട് പറയുമ്പോൾ റെസ്പെക്ട് കളഞ്ഞിട്ട് പറയാൻ തോന്നരുത്. വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എന്തൊരു സ്ത്രീയാണ് ഇത്. മര്യാദക്ക് എത്രയോ ഡീസന്റ് ആയിട്ട് റീൽസ് ചെയ്യുന്ന എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അമ്മൂമ്മമാര് വരെ ഉണ്ട്. അപ്പൂപ്പനും അമ്മൂമ്മമാരുണ്ട്. പിന്നെ അവരൊക്കെ കാണിക്കുമ്പോൾ നമുക്കതൊരു രസമാണ്. അവരുടെ ടൈം പാസിംഗ് ആണ്. ഇത്രയും പ്രായമായിട്ട് അവർ ചെയ്യാൻ ടെൻഡൻസി കാണിക്കുകയും അങ്ങനെ അതിന്റെ കൂടെ ആരെങ്കിലും കാണിക്കും. നമ്മളതിന് തമാശയായിട്ടാണ് കാണുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അപ്പൂപ്പനൊക്കെ എന്തെങ്കിലും കാണിക്കുന്നത് നമ്മൾ ആസ്വദിക്കുന്ന പോലെ അത് എൻജോയ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. കഷ്ടമുണ്ട്. ഇത് വളരുന്ന തലമുറക്ക് വളരെ ഭീകരമായൊരു മെസ്സേജാണ് കൊടുക്കുന്ന. അവിടെ കൂടെ കോഴിക്കോടുകാരനൊരു ഒരാളുണ്ട്. അവന്റെ പെണ്ണുമ്പിള്ളെ ആരെങ്കിലും നടുറുണ്ടെ കൊണ്ടിട്ട് ഞെക്കുകയാണെങ്കിൽ മാത്രമേ അവന് സൂക്കേട് വരുള്ളൂ. അതാണ് കാര്യം. അവൻ എന്നിട്ട് കൊണ്ടു നടക്കുക. ഇതിനെയും ചുമന്നു നടക്കഴിഞ്ഞ് ഇവള് ഡോറ് തുറക്കുന്നു, കാറിൽ ഇറങ്ങുന്നു, പിന്നെ ഓട്ടോറിക്ഷ കയറുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരു ഉളുപ്പും അസ്ത്രീക്കില്ല, ഒരു ഉളുപ്പും. സോഷ്യൽ മീഡിയയിൽ റീലുകൾ പങ്കുവെക്കുന്നതിനും ഇഴകിച്ചേർന്ന് അഭിനയിക്കുന്നതിനും ഒക്കെ കടുത്ത ആക്രമണമാണ് രേണു നേരിടുന്നത്. താരം പങ്കുവെക്കുന്ന വീഡിയോകളിലെല്ലാം അസഭ്യ വർഷം നടത്തുന്നവരെ കാണാം. വളരെ ക്രൂരമായ സദാചാര ആക്രമണം തന്നെയാണ് രേണുവിനെതിരെ നടക്കുന്നത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾക്ക് തന്നെ തളർത്താൻ സാധിക്കില്ല എന്ന് തന്നെ രേണു പറയുന്നുണ്ട്. തനിക്ക് ലഭിച്ചൊരു മെസ്സേജും അതിനോടുള്ള പ്രതികരണവും പങ്കുവെച്ചുകൊണ്ട് രേണു തന്നെ രംഗത്ത് വരികയുണ്ടായി. നീ എന്നാടി കിളവി കാണിച്ചുകൊണ്ട് നടക്കുന്നത്? നീ കെട്ടില്ലാന്ന് പറഞ്ഞിട്ട് കെട്ടിയതല്ലടി, നാണമുണ്ടോടി? നീ ആ കൊച്ചുങ്ങളെ ചതിച്ചില്ലടി, പല ആണുങ്ങളുടെ കൂടെ ആടുന്ന കിളവി എന്നായിരുന്നു ഒരു യുവതി രേണുവിന് അയച്ച മെസ്സേജ്. തെറിവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചായിരുന്നു രേണുവിന്റെ പ്രതികരണം.
എന്റെ PM വരുന്ന മെസ്സേജ്, ഇതിനൊക്കെ ഇവളോട് എന്നാ കോപ്പ ഞാൻ ചെയ്തേ എന്നാണ് രേണു ചോദിക്കുന്നത്. നിന്റെയൊക്കെ വൃത്തികെട്ട കമന്റ് കണ്ട് രേണു സുധി ആത്മഹത്യ ചെയ്താൽ നീയൊക്കെ ഫേക്ക് കണ്ണീർ ഒഴുക്കും. അത് വേണ്ട. എന്നെ കുറിച്ച് ഇല്ലാ വചനം പറയും. എന്റെ മക്കൾക്കും തള്ളയും ഇല്ലാതാകും. അത് വേണ്ട. നീയൊക്കെ എന്നാ പറഞ്ഞാലും രേണു സുധി ഇങ്ങനെ തന്നെ പോകും എന്ന് രേണു പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ മോശം കമന്റുകളെ കുറിച്ചും വിമർശനങ്ങളെ കുറിച്ചൊക്കെ സുധിയുടെയും രേണുവിന്റെ മകനായ കിച്ചു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു. എന്നാൽ കിച്ചുവിന് രേണു അമ്മ തന്നെയാണ്. രേണുവിന് കിച്ചു മൂത്ത മകനുമാണ്. മെയിൻ സ്ട്രീം 1 നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് കിച്ചു പ്രതികരിച്ചത്. അമ്മ അഭിനയിക്കുന്നത് അമ്മയുടെ ഇഷ്ടമാണ്, തനിക്കതിൽ പ്രശ്നമില്ല. അമ്മ റീലുകൾ ചെയ്യുന്നതും തനിക്ക് നാണക്കേടില്ല എന്നാണ് കിച്ചു പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം അമ്മയുടെ ഇഷ്ടമാണ്. മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടമാണ്, അതിൽ ഒരു അഭിപ്രായമില്ല എന്ന് കിച്ചു പറയുന്നുണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കിച്ചു കഴിഞ്ഞ ദിവസം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇത്തരം വിമർശനങ്ങൾക്കിടയിലും രേണുവിനെ പിന്തുണയുമായി എത്തുന്നവർ നിരവധി പേരുണ്ട്. സോഷ്യൽ മീഡിയ റീലിൽ വെറും ഒരു അഭിനയം മാത്രമാണെന്നുള്ള കാര്യം പലരും മറക്കുകയാണെന്നാണ് പിന്തുണ അറിയിച്ചെത്തുന്നവർ പറയുന്നത്. സുധി മരിച്ചെന്ന് കരുതി രേണുവിന് ജീവിക്കണ്ടേ? അവർ തങ്ങൾക്ക് സന്തോഷവും പണവും ലഭിക്കുന്ന ജോലി ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പമെന്നും അവർ ചോദിക്കുന്നുണ്ട്. കൊല്ലം സുധി ജീവിച്ചിരിക്കുമ്പോൾ ഇത്രയും ആരാധകർ ഉണ്ടായിരുന്നില്ല എന്നും അന്ന് തിരിഞ്ഞുപോലും നോക്കാത്തവർ ഇന്ന് ഉപദേശിക്കാൻ ഇറങ്ങിയിരിക്കുകയെന്നാണ് പിന്തുണച്ചവർ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ. ഇതിനിടെ രേണുവിന്റെ പുതിയ വീഡിയോ വൈറലാകുകയും ചെയ്യുന്നുണ്ട്. രേണുവിന്റെ അഭിനയത്തെ കയ്യടി കൊടുക്കുന്നവരുമുണ്ട്, വിമർശിക്കുന്നവരുമുണ്ട്.